അതിനകത്ത് പി സി വിശ്വനാഥ് അല്ല ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഷാഫി പറമ്പിൽ തന്നെയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നതോടെ സണ്ണി ജോസഫിന് ആ സ്ഥാനത്ത് നിന്ന് ഒഴിയേണ്ടി വരുമെന്ന് കൃത്യമായ ധാരണയുള്ളത് ഷാഫി പറമ്പിൽ മാത്രമാണത്. ഷാഫി പറമ്പിൽ ഈ സണ്ണി ജോസഫിന്റെ ഒഴിവിലേക്ക് KPCC പ്രസിഡന്റ് ആകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്റെ ആധിപത്യം നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. പക്ഷെ റോബർട്ട് വധേരയെ പോലെയുള്ള വലിയ ബിസിനസ് താല്പര്യങ്ങളുള്ള ആളുകളുടെ പിന്തുണ അത് ഷാഫി പറമ്പിലിന് ഉണ്ട് എന്നുള്ളത് ഒരു പോസിറ്റീവ് സൈഡൊക്കെയാണ്. ഈ ബന്ധങ്ങൾ വെച്ചിട്ട് ഇവരാണ് ഇപ്പോൾ ഈ പാർട്ടിക്കകത്തെ കാര്യങ്ങൾ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ രണ്ട് ആളുകൾ ചേർന്നുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസിനെ ഹൈജാക്ക് ചെയ്യുമായിരുന്നു. വേണ്ട രീതിയിലുള്ളൊരു പരിഗണന സീറോ മലബാർ സഭയ്ക്ക് കോൺഗ്രസ് പാർട്ടി നൽകുന്നില്ല. ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു അടിത്തറ എന്ന് പറയുന്നതിന് സീറോ മലബാർ സഭയും ലത്തീൻ സഭയും ജാക്കോബിൻ സഭയൊക്കെയാണ്. നമസ്കാരം. അടുത്ത KPCC പ്രസിഡന്റ് ആരാകാനാണ് സാധ്യത? KPCC പ്രസിഡന്റ് പുതിയ KPCC പ്രസിഡന്റ് എനിക്ക് തോന്നേണ്ട ഒരു 6 മാസത്തിന് മുകളിലേക്ക് ആയിട്ടില്ല എന്നെനിക്ക് തോന്നുന്നു. അതിനിടയിലാണ് ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടിയിട്ട് പോകുന്നത്. അത് നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെ ഒരു പ്ലാനിംഗ് ഇല്ലായ്മയുടെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇപ്പോൾ വീണ്ടും ഈ KPCC പ്രസിഡന്റിനെ മാറ്റേണ്ട ഒരു ഗതികേടിലേക്ക് കോൺഗ്രസ് പോകുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഒന്ന് ആലോചിച്ച് നോക്കൂ, സണ്ണി ജോസഫിനെ പെട്ടെന്ന് പിടിച്ചിട്ട് KPCCയുടെ പ്രസിഡന്റാക്കി വെക്കുന്നു. നിയമസഭാ ഇലക്ഷൻ വരുന്ന സമയത്ത് സണ്ണി ജോസഫിന് എല്ലാവരും മത്സരിക്കേണ്ടതായിട്ടുള്ള അവസ്ഥ വരും. ഇത് അറിയാവുന്നതല്ല കോൺഗ്രസിന്. പക്ഷേ എന്നിട്ടും സണ്ണി ജോസഫിനെ KPCC പ്രസിഡന്റാക്കി വെച്ചത് ആർക്കു വേണ്ടിയിട്ടാണ് എന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിനുള്ള ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഷാഫി പറമ്പിലിനെ പോലെയുള്ള ഒരാളെ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരിക എന്നുള്ള ചില ഗൂഢ ഉദ്ദേശങ്ങൾ ഇതിന് പിന്നിൽ ഉണ്ട് എന്ന് വേണം നമ്മൾ കാണാനായിട്ട്. പക്ഷേ അതൊന്നും നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വെച്ചാൽ ഇന്നത്തെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ, അതായത് KPCC പ്രസിഡന്റ് എന്ന് പറയുന്നത് വെറും ഒരു റബ്ബർ സ്റ്റാമ്പ് മാത്രമാണ്. കാരണം അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളത് കണ്ണൂർ ജില്ലയിൽ മാത്രമാണ് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം ജില്ല വരെ പ്രവർത്തിച്ചിട്ടുള്ള യാതൊരുവിധ പ്രവർത്തന പരിചയം അദ്ദേഹത്തിനില്ല. അദ്ദേഹം ഇതിനു മുമ്പ് ഏതെങ്കിലും ഒരു പോഷക സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടില്ല. അതായത് യൂത്ത് കോൺഗ്രസിന്റെ KS-ന്റെ ഒന്നും സംസ്ഥാന അധ്യക്ഷനാകിയിട്ടില്ല. എന്തിനാണ് പറയുന്നത്, INTUസിന്റെ പോലും സംസ്ഥാന അധ്യക്ഷനോ ഒന്നും ആകാത്ത ഒരാളെ പിടിച്ചു കൊണ്ടുവന്ന് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വെക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം ഒരു മന്ത്രിയെങ്കിലും ആയിരുന്നെങ്കിൽ സംസ്ഥാനത്തുടനീളമുള്ള ആളുകളുമായിട്ടൊക്കെ ഒരു ബന്ധം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമായിരുന്നു. ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താ വെച്ചാൽ KPCC പ്രസിഡന്റായിട്ട് സണ്ണി ജോസഫിനെ വെക്കുന്നു, വർക്കിംഗ് പ്രസിഡന്റായിട്ട് PC വിശ്വനാഥിനെയും അതോടൊപ്പം തന്നെ ഷാഫി പറമ്പിലിനെയും AP അനിൽകുമാറിനെയും വെക്കുന്നു. ഇതിനകത്ത് ഷാഫി പറമ്പിലിനെയും PC വിശ്വനാഥിനെ നമ്മളെടുത്ത് പരിശോധിക്കുന്ന സമയത്ത് രണ്ടുപേരും KSUവിൻ്റെ സംസ്ഥാന അധ്യക്ഷന്മാരാവുകയും പിന്നീട് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷന്മാരും ഒക്കെ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിട്ട് ഇവർക്ക് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഒരുപാട് ആളുകളുമായിട്ട് ഒരുപാട് ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങൾ എങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റായിട്ടിരിക്കുന്ന സമയത്ത് ഉണ്ടാക്കിയിട്ടുള്ള ബന്ധങ്ങൾ, അതിനുശേഷം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷന്മാരായിട്ടിരിക്കുന്ന സമയത്ത് ഉണ്ടാക്കിയിട്ടുള്ള ബന്ധങ്ങൾ, ഈ ബന്ധങ്ങൾ വെച്ചിട്ട് ഇവരാണ് ഇപ്പോൾ ഈ പാർട്ടിക്കകത്തെ കാര്യങ്ങൾ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത്. സംഘടനാ സംവിധാനമല്ല ഇവർ ഉപയോഗിക്കുന്നത്. ഇവരെന്ന് വെച്ചാൽ ഇവർ ഈ പാർട്ടിക്കകത്ത് ഇവരാണ് എന്തോ സംഭവം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറി എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. അതിനകത്ത് PC വിശ്വനാഥ് അല്ല ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഷാഫി പറമ്പിൽ തന്നെയാണ്. അത് ഷാഫി പറമ്പിലിന് സംസ്ഥാന KPCCയുടെ പ്രസിഡന്റ് ആകാൻ വേണ്ടിയിട്ട് ഉള്ള കരുനീക്കങ്ങളുടെ ഭാഗമായിട്ട് തന്നെയാണ് ഈ പറഞ്ഞ സണ്ണി ജോസഫ് 6 മാസം കഴിയുമ്പോഴത്തേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നതോടെ സണ്ണി ജോസഫിന് ആ സ്ഥാനത്ത് നിന്ന് ഒഴിയേണ്ടി വരുമെന്നും കൃത്യമായ ധാരണയുള്ളത് ഷാഫി പറമ്പിലിന് മാത്രമാണത്. ഇത്ര വിദൂരമായ ഒരു കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് ഇവർ ഈ കാര്യങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്തതെന്ന് ആലോചിച്ച് നോക്കിക്കുക. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, കോൺഗ്രസ് പാർട്ടിയെ ഹൈജാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ശ്രമിച്ചിരുന്നുവെന്ന്. രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോൾ നിലവിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാകാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ രണ്ട് ആളുകൾ ചേർന്നുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസിനെ ഹൈജാക്ക് ചെയ്യുമായിരുന്നു. അതിനു വേണ്ടിയിട്ടുള്ള റിസോഴ്സസ്, ആവശ്യത്തിലധികം പണം ഒക്കെ ഇവർ സ്വരുക്കൂട്ടി എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടം ജയിലറയ്ക്കുള്ളിൽ ആയതോടുകൂടിയിട്ടാണ് ഷാഫി കുറച്ചെങ്കിലും ഒന്ന് പിന്നോക്കം നിൽക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. എന്നിട്ടും ഷാഫി പറമ്പിൽ ഈ സണ്ണി ജോസഫിൻ്റെ ഒഴിവിലേക്ക് KPCC പ്രസിഡന്റ് ആകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൻ്റെ ആധിപത്യം നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. എന്തിനേറെ പറയുന്നു, ഷാഫി പറമ്പിൽ KPCC പ്രസിഡന്റ് ആകുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ കോൺഗ്രസ് പാർട്ടിക്കകത്ത് VD സതീശൻ അടക്കമുള്ള എല്ലാ നേതാക്കന്മാരും പിന്നെ ആ പാർട്ടിയിൽ നിൽക്കുന്നതിൽ ഒരർത്ഥമില്ലാത്ത അവസ്ഥയിലേക്ക് വരും. ഷാഫി ആയിരിക്കും പിന്നെ ഈ കോൺഗ്രസ് പാർട്ടിയെ കേരളത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകുക. അത് എവിടെ കൊണ്ടേ കെട്ടും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കൊണ്ടേ കെട്ടാൻ പോകുന്നതല്ല, കൊണ്ടേ തള്ളാൻ പോകുന്നത്
അറബിക്കടലിലായിരിക്കും എന്ന കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഷാഫി പറമ്പിലിനെ ഒരു KPCCയുടെ പ്രസിഡന്റായിട്ടൊക്കെ AICC തീരുമാനിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷേ റോബർട്ട് വധേരയെ പോലെയുള്ള വലിയ ബിസിനസ് താല്പര്യങ്ങളുള്ള ആളുകളുടെ പിന്തുണ അത് ഷാഫി പറമ്പിലിന് ഉണ്ട് എന്നുള്ളത് ഒരു പോസിറ്റീവ് സൈഡൊക്കെയാണ്. പക്ഷേ അതിനെയൊക്കെ എത്രത്തോളം കേരളത്തിലെ കോൺഗ്രസ് അക്സെപ്റ്റ് ചെയ്യും എന്നുകൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. ഏതൊക്കെയായാലും സണ്ണി ജോസഫ് പോകുന്ന സമയത്ത് ഈ ജാതി മത സാമുദായിക സമവാക്യങ്ങളൊക്കെ നോക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ജോസഫ് വാഴക്കനോ അതല്ലെങ്കിൽ ആൻറ്റോ ആൻ്റണിയോ അല്ലെങ്കിൽ KC ജോസഫോ, KC ജോസഫിന് ഒരുപാട് പ്രായത്തിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ A ഗ്രൂപ്പിൻ്റെ ഒരു മാനേജർ എന്നുള്ള രീതിയിൽ സംസ്ഥാനത്തുടനീളം ഒരുപാട് വ്യക്തിബന്ധങ്ങളുള്ള അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി പ്രവർത്തകരുമായിട്ട് ബന്ധമുള്ള ഒരു നേതാവൊക്കെ തന്നെയാണ് KC ജോസഫ് എന്ന് പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രായം ഒരുപക്ഷെ അദ്ദേഹത്തിന് വലിയ തടസ്സമായിട്ട് വന്നേക്കാം. അങ്ങനെ വരുമ്പോഴത്തേക്ക് KC ജോസഫ് KPCCയുടെ പ്രസിഡന്റായിട്ട് വരാനുള്ള സാധ്യതകൾ കുറവാണ്. എങ്കിലും ഈ KC ജോസഫിന് സഭയുമായിട്ടുള്ള ബന്ധത്തെയും നമുക്ക് പരിഗണിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് വയ്യ. എങ്കിൽ തന്നെയും അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രായം അത് അദ്ദേഹത്തിന് ഒരു തടസ്സമാകാൻ തന്നെയാണ് സാധ്യതയുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസിനകത്ത് നിന്ന് പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പേരാണ് ആൻറ്റോ ആൻ്റണി MP. ഈ സണ്ണി ജോസഫിന് പകരമായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ KPCCയുടെ പ്രസിഡന്റായിട്ട് വരാനായിട്ട് യോഗ്യനായിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തി ആൻറ്റോ ആൻ്റണി തന്നെയാണ്. അന്ന് അദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് കൂടുതലായിട്ട് സംസ്ഥാനത്തെ കോൺഗ്രസ് രാഷ്ട്രീയത്തിന് അറിയാൻ പാടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ സംസ്ഥാനത്തെ മാധ്യമ സമൂഹത്തിന് അറിയാൻ പാടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഒരുപക്ഷെ ആൻറ്റോ ആൻ്റണി KPCCയുടെ പ്രസിഡന്റായിട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിൽ ഇതുപോലത്തെ ഒരു ഗതികേടിലേക്ക് കോൺഗ്രസ് പോകത്തില്ലായിരുന്നു. കാരണം എന്തുകൊണ്ടാണ് സുധാകരനെ മാറ്റിയത്? തിരുവനന്തപുരത്ത് ഇന്ദിരാഭവന് ഒരു സ്ഥിരം പ്രസിഡന്റ് വേണം എന്നുള്ളൊരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറഞ്ഞ സുധാകരനെ മാറ്റിയിട്ട് ഈ പറഞ്ഞ സണ്ണി ജോസഫിനെ ആക്കിയത്. പക്ഷേ സണ്ണി ജോസഫ് പേരാവൂർ KPCC പ്രസിഡന്റ് എന്നുള്ള രീതിയിലേക്ക് തരം താണോ എന്നുകൊണ്ട് നമ്മൾ കരുതാറുണ്ട്. കാരണം ഒരു ദിവസം പോലും സണ്ണി ജോസഫിനെ KPCC ഓഫീസിൽ കാണാനില്ല. അങ്ങനെ വരുന്നൊക്കെ ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ ആൻറ്റോ ആൻ്റണി ആയിരുന്നു KPCCയുടെ പ്രസിഡന്റ് ആയിട്ട് വരുന്നതെങ്കിൽ ഒരു ഫുൾ ടൈം പ്രസിഡന്റിനെങ്കിലും കിട്ടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാകുമായിരുന്നു. പക്ഷേ അത് എന്ത് പറയാൻ സാധിക്കും? AICCയുടെ ഒരു ആത്മബലമില്ലായ്മ ഏതെങ്കിലും വാർത്താമാധ്യമങ്ങളോ സാമൂഹ്യ മാധ്യമങ്ങളിലെ വാർത്തയോ കണ്ടു കഴിഞ്ഞാൽ മാറ്റുന്ന തീരുമാനമായി പോയി AICC എന്ന് പറയേണ്ടി വരും. കാരണം AICCക്ക് ആൻറ്റോ ആൻ്റണിയുടെ മേലൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഏത് പത്രമാധ്യമങ്ങൾ എന്ത് വാർത്തയടിച്ചാലും അതിനെയൊക്കെ അതിജീവിച്ച് ആ പ്രഖ്യാപനം നടത്താനുള്ള ഒരു ആർജവമായിരുന്നു AICC കാണിക്കേണ്ടിയിരുന്നത്. പക്ഷേ ആ ആർജവത്തിന് പകരമായിട്ട് ഇവിടെ പത്രമാധ്യമങ്ങളിൽ വാർത്ത വന്നതോടുകൂടി ആൻറ്റോ ആൻ്റണിയെ തള്ളിപ്പറയുന്ന ഒരു AICC-യാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് കാണിച്ചൊരു നീതികേടാണ് എന്ന ഒരു തോന്നൽ AICC നേതൃത്വത്തിനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം തന്നെയായിരിക്കും, ആൻറ്റോ ആൻ്റണി ആയിരിക്കാം ഒരുപക്ഷെ KPCCയുടെ പ്രസിഡന്റായിട്ട് വരാനായിട്ട് യോഗ്യനായിട്ടുള്ള ഒരു വ്യക്തി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അതുകൂടാതെ തന്നെ പിന്നെ സഭയുടെ കൃത്യമായ പിന്തുണയുള്ള, പ്രത്യേകിച്ച് സീറോ മലബാർ സഭ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസുമായിട്ട് വളരെ വലിയ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നുണ്ട്. അവരെ സംബന്ധിച്ചിട്ട് സീറോ മലബാർ സഭയുടെ പല ആവശ്യങ്ങളും അംഗീകരിക്കുന്നതിൽ നിന്ന് അല്ലെങ്കിൽ സീറോ മലബാർ സഭയിൽ നിന്ന് നേതാക്കന്മാരുടെ ഒരു കുറവ് ഇതൊക്കെ സഭയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ നമ്മൾ സഭാ നേതാക്കന്മാരുമൊക്കെ ആയിട്ട് സംസാരിക്കുന്ന സമയത്തും അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വേണ്ട രീതിയിലുള്ളൊരു പരിഗണന സീറോ മലബാർ സഭയ്ക്ക് കോൺഗ്രസ് പാർട്ടി നൽകുന്നില്ല. ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു അടിത്തറ എന്ന് പറയുന്നതിന് സീറോ മലബാർ സഭയും ലത്തീൻ സഭയും ജാക്കോബിറ്റ് സഭയൊക്കെയാണ്. പക്ഷേ ജാക്കോബിറ്റ് സഭയ്ക്കും ലത്തീൻ സഭയ്ക്കും ഒക്കെ നൽകുന്ന ഒരു കൺസിഡറേഷൻ അത് സീറോ മലബാർ സഭയ്ക്ക് ലഭിക്കുന്നില്ല എന്നുള്ളൊരു വ്യാപകമായൊരു പരാതി സഭാ നേതൃത്വത്തിനുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ജോസഫ് വാഴയ്ക്ക് തന്നെ KPCCയുടെ പ്രസിഡന്റായിട്ട് വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ജോസഫ് വാഴയ്ക്കിനെ സംബന്ധിച്ചിട്ട് അദ്ദേഹം KSUവിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു. അതുകൂടാണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന തലത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള നേതാവാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് KPCCയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടും രാഷ്ട്രീയകാര്യ സമിതി അംഗമാക്കിയായിട്ടിരിക്കുന്ന പ്രവർത്തിക്കുന്ന നല്ല സംഘടനാ പാഠവുമുള്ള നല്ലൊരു പ്രാസംഗികൻ കൂടിയിട്ടാണ് ജോസഫ് വാഴയ്ക്കൻ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതായത് 10-40 വർഷത്തെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള, ഇതിനൊക്കെ എത്ര മുമ്പേ കേരളത്തിലെ KPCC പ്രസിഡന്റ് ആയിട്ട് പോകേണ്ട ഒരാളായിരുന്നു ജോസഫ് വാഴയ്ക്കൻ എന്നുള്ള കാര്യം ഇന്നത്തെ തലമുറയ്ക്ക് അറിയത്തില്ലെങ്കിലും അറിയാവുന്ന കോൺഗ്രസ് നേതാക്കന്മാരോട് ചോദിച്ചാൽ അവർ പറഞ്ഞുതരും. കാരണം ഈ ഒരു സംഘടനയെ ഈ സംഘടനയായിട്ട് കോൺഗ്രസ് പ്രസ്ഥാനമായിട്ട് നിലനിർത്തുന്നതിൽ ഏറെ പങ്ക് വഹിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് ജോസഫ് വാഴയ്ക്കൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപക്ഷെ ജോസഫ് വാഴയ്ക്കൻ KPCC പ്രസിഡന്റായിട്ട് വരാനായിട്ടുള്ള സാധ്യതകളുമുണ്ട്. പ്രധാനമായിട്ടും ഈ 3 പേരുകളിലേക്കാണ് ഒതുങ്ങുന്നത് എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. അങ്ങനെയെങ്കിൽ പിന്നെ യുവാക്കൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് ചാണ്ടി ഉമ്മനെയോ അല്ലെങ്കിൽ അബിൻ വർക്കിയെ പോലെയുള്ളവരെ കൊണ്ടുവരാൻ സാധിക്കും. കാരണം അവരൊക്കെ യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. അതോടൊപ്പം തന്നെ വെച്ചാൽ അബിൻ വർക്കിയെ സംബന്ധിച്ചിട്ട് അബിൻ വർക്കി ഒരിക്കലും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടില്ല. പിന്നെ അത് സാഹചര്യത്തിൽ ഒഴിവാക്കിയ പോലെ ആയിരുന്നു. അല്ല, ഒഴിവാക്കിയത് തന്നെയാണ്. പക്ഷേ എങ്കിൽ തന്നെ ഒരു പ്രവർത്തന പരിചയം എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതായത് സണ്ണി ജോസഫിന്റെ ഇവിടുത്തെ പ്രധാന പ്രശ്നം എന്താണ്? സണ്ണി ജോസഫിനെ സംബന്ധിച്ചിട്ട് സണ്ണി ജോസഫ് കണ്ണൂർ ജില്ലയിൽ മാത്രമാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. അതിന് പുറത്തേക്ക്
പ്രവർത്തിച്ചിട്ടില്ല. അപ്പോൾ അദ്ദേഹം കണ്ണൂർ ജില്ലയിലെ KPCC പ്രസിഡന്റ് അല്ലെങ്കിൽ പേരാവൂരിലെ KPCC പ്രസിഡന്റായിട്ട് മാറുന്നൊരു അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ സണ്ണി ജോസഫ് എറണാകുളത്ത് വന്നു കഴിഞ്ഞാൽ സണ്ണി ജോസഫിനെ നേരിട്ട് അറിയാവുന്ന എത്ര പേരുണ്ടാവും? അതേസമയം ഈ പറഞ്ഞ ജോസഫ് വാഴയ്ക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ നമ്മളുടെ ആന്റണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാസർഗോഡ് മുതൽ തിരുവനന്തപുരത്ത് വരെയുള്ള എല്ലാ ബ്ലോക്ക് പ്രസിഡന്റുമാരെയും പേരെടുത്ത് വിളിക്കാൻ ശേഷിയുള്ളവരായിരിക്കും. അത് KC ജോസഫ് ഉൾപ്പെടെ. ഈ പറഞ്ഞ ബെന്നി ബെഹനാൻ ആണെങ്കിലും ശരിയാണ്. പക്ഷെ ബെന്നി ബെഹനാനെ സംബന്ധിച്ച് ബെന്നി ബെഹനാൻ ഒരുപാട് പിറകോട്ട് പോയിരിക്കുന്നു. അതിൻ്റെ കാരണം എന്താണ് എന്ന് ബെന്നി ബെഹനാൻ തന്നെ അന്വേഷിച്ച് കണ്ടെത്തട്ടെ എന്ന് നമുക്ക് പറയാനുള്ളൂ. പക്ഷെ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കകത്ത് ബെന്നി ബെഹനാന്റെ അക്സെപ്റ്റൻസ് കുറഞ്ഞിരിക്കുന്നു. KPCC അധ്യക്ഷനായിട്ട് വരാൻ യോഗ്യതയുള്ള ഒരാൾ തന്നെയാണ് ബെന്നി ബെഹനാനും. എങ്കിലും ചില സാഹചര്യങ്ങൾ അദ്ദേഹത്തിന് എതിരാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത്. ഏതൊക്കെയാലും KPCCക്ക് ഒരു ഫുൾ ടൈം പ്രസിഡന്റിന്റെ ആവശ്യമുണ്ട്. ഇപ്പോൾ ഗ്രീഷ്മ ചോദിച്ച ചോദ്യത്തിലേക്ക് ഒന്നുകൂടെ വരാം. അപ്പോൾ ഈ ചാണ്ടിയുമ്മനെ സംബന്ധിച്ച് ചാണ്ടിയുമ്മൻ പുതുപ്പള്ളി മത്സരിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഈ പുതുപ്പള്ളി മത്സരിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും അദ്ദേഹത്തിന് ഫുൾ ടൈം ആയിട്ട് തെരഞ്ഞെടുപ്പിന് ഓടി നടക്കാൻ വേണ്ടി പറ്റത്തില്ല. സംസ്ഥാനത്തിന് എല്ലാ സ്ഥലങ്ങളിലും ഓടി എത്താൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. അതുകൂടാണ്ട് തന്നെ ചാണ്ടിയുമ്മനെ സംബന്ധിച്ചിട്ട് സംസ്ഥാനത്തെ എല്ലാ സ്ഥലങ്ങളിലും അദ്ദേഹം അറിയപ്പെടുന്ന നേതാവാണ്. പക്ഷെ എങ്കിലും നേരിട്ട് പേരെടുത്ത് വിളിച്ചു പറഞ്ഞ, അല്ലെങ്കിൽ എല്ലാ നിയോജക മണ്ഡലങ്ങളിലെയും ബ്ലോക്കുകളിലെയും നേതാക്കന്മാരെ ആയിട്ട് എത്രത്തോളം അദ്ദേഹത്തിന് അടുപ്പമുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച് പരിശോധിക്കേണ്ടി വരും. ഭാവിയിലേക്കൊക്കെ അദ്ദേഹം ഒരു MLA ഒക്കെ ആയി കഴിഞ്ഞതിന് ശേഷം പിന്നീട് അദ്ദേഹം KPCC പ്രസിഡന്റ് ആവുകയാണെങ്കിൽ അദ്ദേഹം നല്ലൊരു KPCC പ്രസിഡന്റ് ആയിരിക്കും എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. അതല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരാൻ യോഗ്യരായിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് ജോസഫ് വാഴയ്ക്കനോ ആന്റണിയാണ്. അതല്ല എങ്കിൽ മൂന്നാമതും നാലാമതുമായിട്ട് പരിഗണിക്കാൻ പറ്റുന്ന പേരുകളാണ് ബെന്നി ബെഹനാനും അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ KC ജോസഫും. ഞാൻ പറഞ്ഞാൽ ഇത് ഒരു ജാതി മത സാമുദായിക പരിഗണനകളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ, അതല്ല എങ്കിൽ അതിനെ പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താനുണ്ട്, അതോടൊപ്പം തന്നെ കൊടിക്കുന്നിൽ സുരേഷ് ഉണ്ട്. ഒരു ദളിത് വിഭാഗത്തിൽ നിന്നാണ് വരുന്നതെന്നുണ്ടെങ്കിൽ കൊടിക്കുന്നിൽ സുരേഷിനെ ആക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് കോൺഗ്രസ് പാർട്ടിക്ക് മുമ്പിലുണ്ട്. പക്ഷേ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിട്ട് ഈ ഷാഫിയുടെ സാമൂഹ്യ മാധ്യമങ്ങളിലെ പിന്തുണ കണ്ടുകൊണ്ട് ഷാഫി പറമ്പിലിനെ തന്നെ KPCCയുടെ താൽക്കാലിക ചുമതലയോ KPCCയുടെ അധ്യക്ഷനായിട്ടോ നിയമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഏത് തരത്തിൽ കോൺഗ്രസിനെയും ഈ വരുന്ന തെരഞ്ഞെടുപ്പിനെയും ബാധിക്കും എന്നുള്ളത് കോൺഗ്രസ് പാർട്ടിക്ക് ചിന്തിക്കാൻ പോലും സാധിക്കും എന്നെനിക്ക് തോന്നുന്നില്ല.